ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് കാണിക്കുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറീന്റെ റെസിപ്പിയാണ്. നമുക്കിത് പൊറോട്ടന്റെ കൂടെ, ചപ്പാത്തിന്റെ കൂടെ, പുട്ടിന്റെ കൂടെ, സാദാ ചോറിന്റെ കൂടെ, നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലിപ്പോ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം ഒരുപാട് സമയം മെനക്കെടുത്താതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന തക്കാളി ആയാലും ഉള്ളി ആയാലും അങ്ങനെ ഒരുപാട് അങ്ങ് എടുത്ത് കാണിക്കുന്നില്ല. എല്ലാം അടിഞ്ഞ് ഗ്രേവി ആയി കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഈ ഒരു സിമ്പിൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും കൂടുതലും ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പൊ ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പം 2 അല്ലി വെളുത്തുള്ളി, 2 വലിയ സവാളയും 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം സോഫ്റ്റ് ആയി നല്ലൊരു കളർ വരണം, നന്നായി വഴന്ന് കിട്ടണം. അതിനായിട്ട് ഞാനിപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പൊ സവാള അവിടെ വഴന്ന് വരുന്ന സമയത്തേക്ക് ഞാനിപ്പം ബീഫിലേക്ക് മസാല ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. 1/2 കിലോ ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. അപ്പൊ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പച്ചമണം, ഇഞ്ചി വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് കുക്കറിന്റെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ആ എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ പൊടികളൊക്കെ ബീഫിൽ ചേർത്ത് പുരട്ടി വെച്ചതാണ്, പോരാത്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മസാല പൊടികൾ നമ്മൾ എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ചാറ് നല്ല കുറുകിയിട്ടും ഉണ്ടാവും, അതേപോലെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും ഈ ഒരു കറി ഉണ്ടാവാൻ. അപ്പൊ കുറച്ച് മസാല ഞാൻ ബീഫിൽ പുരട്ടി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. അപ്പൊ ഇതിൽ മസാല പൊടികൾ ചേർക്കുന്നത് കൂടി പോവാണ്ടിരിക്കണം. അങ്ങനെ ഇതാ ഉള്ളിയും നമ്മുടെ പൊടികളും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ബീഫും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു ഉള്ളിയും തക്കാളിയും അതുപോലെ മസാല പൊടികളും എല്ലാം കൂടെ ആ ഒരു ബീഫിൽ നന്നായിട്ട് പിടിച്ചു കിട്ടണം. അപ്പൊ നന്നായി ഒന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുക്കർ വിസിൽ വരാൻ വേണ്ടി അടക്കുന്നതല്ല, ജസ്റ്റ് ആ ഒരു ബീഫ് എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്കർ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ ആ ഒരു മസാലയും ബീഫും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പം കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ബീഫ് മുങ്ങുന്ന കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ വിതറി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് വേണോ നോക്കി ഇപ്പൊ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിലിന് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കി പ്രഷർ പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറക്കുന്നത്. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. മണം മാത്രമല്ല നല്ല കളറും ഉണ്ട്, നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട്. ഇനി ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പം നമുക്കിതിപ്പം പുട്ടിന്റെ കൂടെയോ അല്ലെ പൊറോട്ടന്റെ കൂടെയോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കാം. അതല്ല കുറച്ചും കൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിനി ഇത് തുറന്നു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടും ബീഫും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പം ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ എത്തിച്ച് നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എന്ന് പറ. അപ്പം പുതിയ വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റ.